ഗായ്സ് ഇന്ന് നമ്മളിതേ കുറച്ച് മീനതേ നമ്മുടെ സുനിച്ചേട്ടന് വേണ്ടി കൊടുക്കാനായിട്ട് പോവുകയാണ്. നമ്മളിതേ കുറച്ച് വരാൽ കിടപ്പുണ്ട്. അപ്പം നിങ്ങൾ വീഡിയോ കാണുന്നവർക്ക് വരാൽ വേണമെങ്കിൽ നമ്മളൊന്ന് കോൺടാക്ട് ചെയ്യുക. നിങ്ങളൊന്ന് മെസ്സേജ് ഇട്ടാൽ മാത്രം മതി. അപ്പം നമ്മളിതേ വരാലിനെ സെയിലും ചെയ്യുന്നുണ്ട്, നമ്മൾ സുനിച്ചേട്ടനും കൊടുക്കുന്നുണ്ട്. അപ്പം ദേ നമ്മൾ വരാലിൻ്റെ തൂക്കം ഒന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചു തരാം. അപ്പം നമുക്ക് കിട്ടിയ വരാലെന്ന് പറഞ്ഞാൽ 3,600 ഉണ്ടായിരുന്നു. അപ്പം ഇത്രയും വരാലാണ് നമ്മുടെ വരാൽ ചെയ്യേണ്ടിരിക്കും. നമ്മൾ വരാലെ കൊടുക്കാം. അപ്പോൾ നമ്മുടെ കൂട്ടുകാരനും കുറച്ച് വരാലുണ്ട്. അവൻ്റെ കിടക്കുന്ന വരാലിൻ്റെ വലിപ്പം കേട്ടോ, നല്ല വലിയ മുട്ട വരാല. അതിനൊന്ന് എടുത്ത് പിടിക്കണമല്ലേ. അപ്പോൾ അതിൻ്റെ വലിപ്പം ഒന്ന് കാണാം. വരാലിന് കാണിച്ചു കൊടുക്കാം. വരാലിൻ്റെ വലിപ്പം കണ്ട ഈ സാധനം ഇതുപോലത്തെ വരാൽ ഞങ്ങൾ കൊടുക്കാൻ പോകുന്നത്. നാടൻ വരാലിൻ്റെ വലിപ്പമേ. അപ്പോൾ ഇവൻ ആ വലിയ വരാലിനെ പിടിച്ച വരാൽ ഇതിനകത്ത് കൊണ്ടുപോയി അവൻ 5-6 വരാറുണ്ട്. അതിൽ ഏറ്റവും വലിയതാണ് 7 വരാറുണ്ട്. അപ്പോൾ നമ്മൾ ഇതെല്ലാം കൂടെ സുനിച്ചേട്ടൻ കൊടുക്കാം. നമ്മുടെ കഷ്ടകാലം എന്ന് പറയാൻ നമ്മുടെ വണ്ടി പഞ്ചറായി പോയി. നമ്മൾ ഓട്ടോ വിളിച്ചാണ് നമ്മൾ കടയിൽ ചെന്നത്. അപ്പോൾ ഇവനെ കിട്ടിയ വരാലിനെ നമ്മൾ കൊടുക്കാനായിട്ട് പോയി. ഇതുവരെ കിട്ടിയ വരാലേ കാണുന്നത്. ചേട്ടൻ കടയിൽ എത്ര രൂപ ചേട്ടാ വരാലിൻ്റെ വില എന്ന് പറഞ്ഞാൽ വലിയ ആൾക്കാർ കൊണ്ട് പറ്റിക്കുവാണ്. ഞാൻ വിൽക്കുന്ന 350 എടുക്കുന്ന 280 250 രൂപ പുള്ളി എടുക്കുന്നത്. പുള്ളി ന്യായമായിട്ടുള്ള വിലയായിരുന്നു. അപ്പോൾ നമ്മൾ വരാലിനെ കൊടുക്കാൻ പോകും. ഒരെണ്ണം 1,830. ഈ ഒരു വരാലിൻ്റെ വെയിറ്റ്. അത് കഴിഞ്ഞതേ അവൻ്റെ കുറച്ച് ചെറിയ വരാലുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടെ തൂക്കി നോക്കുമ്പോൾ 3.5 കിലോ ഉണ്ടായിരുന്നു. പിന്നെ അതേ നമ്മുടെ ഉഴവ നമ്മുടെ സഞ്ചി കിടന്ന വരാലിനെ നമ്മളും സുനിച്ചേട്ടന് കുടഞ്ഞിട്ട് കൊടുത്ത്. അങ്ങനെ അവന് കിട്ടിയ വരാലും നമുക്ക് കിട്ടിയ വരാലും കൂടെ കൊടുത്തപ്പോൾ നമുക്ക് കിട്ടിയ പൈസയാണെങ്കിൽ ആകെ കിട്ടിയത്. നമ്മളിത് വരാലിനെ കൊടുത്തിട്ട് നമ്മുടെ വണ്ടി പഞ്ചറായിട്ടിരിക്കും. അപ്പോൾ ഇവന് കിട്ടിയ വരാലിൻ്റെ പൈസയാണ് ഈ കാണുന്നത്. 1000 രൂപ കിട്ടി. എനിക്ക് മൊത്തം കിട്ടിയെന്ന് പറഞ്ഞാൽ 900 രൂപ കിട്ടി. 900 രൂപ.